ഹരി ഓം. ദശകം 65, ശ്ലോകം 7. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരജിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനുധന്യധന്യാഃ. കാശ്ചിത് ഗൃഹാത് കില നിരേതും അപാരയന്ത്യഃ. നിരേതുമപാരയന്ത്യഃ. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യ ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ. ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപം ഏകം. പരചിത് സുഖരൂപം ഏകം. പരചിത് സുഖരൂപമേകം. ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാം ആവിശൻ. ത്വാമാവിശൻ പരം ഇമാഹ. പരമിമാ നനു ധന്യധന്യാഃ. ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യാഃ. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യാഃ. ശ്ലോകം 7 അന്വയവും അർത്ഥവും. കാശ്ചിത് ഗൃഹാത് നിരേതും അപാരയന്ത്യഃ കില ദേവ ത്വാം ഏവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപം ഏകം ത്വാം ആവിശൻ നനു ഇമാഹ പരം ധന്യധന്യാഃ. കാശ്ചിത്. ഇനി വേറെ ചില ഗോപിമാർ ഗൃഹാത് നിരേതും അപാരയന്ത്യഃ കില. ചില ഗോപിമാർക്ക്, വേറെ ചില ഗോപിമാർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് കടക്കുവാൻ സാധിക്കാത്തവരായി തീർന്നു. എന്നുവെച്ചാൽ അവരെ ആ ബന്ധുജനങ്ങൾ തടഞ്ഞു. ആ തടഞ്ഞതിനാലാണ് അവർക്ക് ആ വേണുഗാനം കേട്ട സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്തത്. ദേവ ത്വാം ഏവ ഹൃദയേ സുദൃഢം വിഭാവ്യ. ദേവ, അല്ലയോ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വാം ഏവ അങ്ങേ തന്നെ ഹൃദയേ സുദൃഢം വിഭാവ്യ. ഹൃദയത്തിൽ നല്ല ഉറപ്പോടെ സങ്കല്പിച്ചിട്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാത്ത സ്ത്രീകൾ അങ്ങയെ തന്നെ ഹൃദയത്തിൽ നല്ല ഉറപ്പോടെ സങ്കല്പിച്ചിട്ട് ദേഹം വിധൂയ പരജിത് സുഖരൂപം ഏകം ത്വാം ആവിശൻ. ദേഹം വിധൂയ, ആ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ട് അന്യാദൃശ ജ്ഞാനാനന്ദ സ്വരൂപനും അദ്വിതീയനുമായ ത്വാമാവിശൻ അങ്ങയെ പ്രാപിച്ചു. എന്നുവെച്ചാൽ അവർക്ക് കൈവല്യം നേടി. നനു ഇമാഹ പരം ധന്യധന്യാഃ. അല്ലയോ ഗുരുവായൂരപ്പ, ഇവരെല്ലാം അത്യന്തം ഭാഗ്യശാലികൾ തന്നെയാണല്ലോ. അപ്പോൾ ചില ഗോപസുന്ദരിമാരാകട്ടെ വീട്ടിൽ നിന്നു പുറത്ത് കടക്കുവാൻ നിവർത്തിയില്ലാത്തതിനാൽ, എന്നുവെച്ചാൽ അവരുടെ വീട്ടുകാരെ തടഞ്ഞതിനാൽ, അല്ലയോ ദേവ, അങ്ങയെ തന്നെ മനസ്സിൽ ദൃഢമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഉപേക്ഷിച്ചിട്ട് സച്ചിദാനന്ദ സ്വരൂപനും അദ്വിതീയനുമായ അങ്ങയെ തന്നെ പ്രാപിച്ചു. ഇവരെത്ര മഹാഭാഗ്യവതികൾ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരജിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യാഃ.